പ്രകൃതി രമണീയത മാത്രമല്ലല്ലോ വിനോദസഞ്ചാരികൾ ആഗ്രഹിക്കുന്നത്, ഒരല്പം സാഹസികത കൂടി വേണം. അങ്ങനെയുള്ളവർ തീർച്ചയായും എത്തേണ്ട സ്ഥലമാണ് പേരാമ്പ്ര ചേർമല കേവ് പാർക്ക്. ഗുഹയും പരിസരവും സംരക്ഷിച്ചുള്ള പുതിയ വികസന പ്രവർത്തനങ്ങൾ, ചേർമലയിൽ വന്ന മാറ്റങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ചേർമലയിലെ ഗുഹാ പാർക്കിൽ വൈകിട്ട് വന്നിരിക്കാൻ വല്ലാത്ത വൈബും. നമ്മുടെ യാത്ര മലബാറിലെ പല സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പേരാമ്പ്രയിലാണ്. പേരാമ്പ്ര ചേർമല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കേവ് ടൂറിസം പ്രൊജക്റ്റ്, അതാണ് ഗുഹ സന്ദർശനം എന്നുള്ള. ഇതിപ്പോൾ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗുഹ പാർക്കിലാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കുള്ള ഗുഹയിലേക്ക് പോകും. ആ വഴിയൊന്ന് പോയി വന്നാലും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് വൈകിട്ട് ആണ് കേട്ടോ. അതായത് പുറത്ത് നല്ല വെളിച്ചമുണ്ട്, ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ സമയം ഇങ്ങനെ ഇരുട്ട് പകർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ലൈറ്റ്, മൊബൈലിൻ്റെ വെട്ടം അടിച്ചിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഈ ഗുഹ കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹയായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. ടൂറിസം രംഗത്ത് പുതിയൊരു ഇടം, അത് പുതിയൊരിടം എന്ന് പറയുമ്പോൾ ഗുഹ ഉള്ള സ്ഥലങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. പക്ഷേ പേരാമ്പ്രയിലെ ചേർമല അത് വലിയ തോതിൽ ഒരു വലിയ വികസനത്തിൻ്റെ പാതയിലേക്ക് പോകും. വലിയ തോതിൽ സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണും. ഇതാണ് ചേർമല ഗുഹയിലേക്കുള്ള കവാടം. ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലമാണ്, ഒരു ചെറിയ വഴി. പക്ഷേ ഇതിനപ്പുറത്താണ് ഗുഹയുടെ ഒരു വലിയ കവാടം. തല പൊക്കാൻ പറ്റില്ല, തല പൊക്കിയാൽ അപ്പം തലയിടിക്കും. അത്ര ചെറിയൊരു വഴിയാണ് ഇതിനകത്തേക്കുള്ളത്. വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ചേർമലയിലേക്ക് വരുമ്പോൾ സഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് വന്ന് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ചേർമല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ചേർമല കേവ് പ്രോജക്റ്റ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പാർക്കിൻ്റെ അടിയിലായി സ്ഥിതി ചെയ്യുന്ന ചേർമല ഗുഹ. ആ ഗുഹ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുതുതായി എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗുഹയ്ക്കുള്ളിൽ വിശാലമായ സ്ഥലമുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയാണ് ചേർമല ഗുഹ. പേരാമ്പ്ര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പുതുതായി വന്ന് ഒത്തുചേരാനുള്ള ഒരു പൊതുസ്ഥലം ഇല്ലായിരുന്നു. ഇത്തരമൊരു സ്ഥലം കണ്ടെത്തുകയും വളരെ ഉയർന്ന ഒരു പ്രദേശത്ത് ഇവിടെ നിന്ന് ചുറ്റും പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ആ നിലയിൽ ഒരു പൊതു ഇടം കണ്ടെത്തുക കൂടിയായിരുന്നു ഈ ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ കേവിൻ്റെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ 1 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 7.25 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചെറിയ പ്രദേശത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിങ്ങോട്ട് വന്നത് ഒരു പകൽ സമയത്താണ്. പക്ഷെ പകലല്ല, രാത്രിയാണ് ഏറ്റവും മനോഹരം കേട്ടത്. ഇവിടെ മുഴുവൻ സ്ഥലത്തും ലൈറ്റ് ഇട്ട് രാത്രി കാലങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്നതാണ്. നല്ല കാറ്റുമുണ്ട്. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, വലിയ ഗുഹയുള്ള ഒരു സ്ഥലം, ഒരുപക്ഷെ അഡ്വഞ്ചർ ടൂറിസം എന്നുള്ള രീതിക്ക് കൂടി നമുക്ക് കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ചേർമല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ വികസനം അത് ഈ നാടിന് വലിയ മുതൽക്കൂട്ടാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടേക്കുള്ള സഞ്ചാരികൾ ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും സജ്ജമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവനക്കാരുൾപ്പെടെ നിയമിച്ച് ഇവിടേക്ക് സഞ്ചാരികളെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർമലയിൽ നിന്ന് തൽക്കാലം വിട പറയുകയാണ്. അടുത്ത സ്ഥലത്ത് കാണാം.